ഡോക്ടർ ധനരാജ്, ഈ ഒരു കണക്കെടുപ്പിൽ അതായത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് കഴിഞ്ഞ തദ്ദേശത്തിൽ കണ്ടതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് വി.ഡി. സതീശനെ തന്നെയാണ്. അത് പ്രതീക്ഷിച്ചിരുന്നതാണോ ആ കണക്ക്? അത് പ്രതീക്ഷിച്ചാണല്ലോ. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ പറഞ്ഞതും അതേപോലെ തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിൽ നടക്കുന്ന ഒരു കൺസോളിഡേഷൻ എന്ന് പറയുന്നത് മൈനോറിറ്റി കൺസോളിഡേഷൻ. പക്ഷേ ഇതിൽ ഞാൻ ഒന്ന് രണ്ട് സൂചനകൾ കൂടി തരാൻ ഉദ്ദേശിക്കുന്നു. അതായത് 2016 ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുണ്ടായ മത്സരത്തിൽ ചെറിയൊരു ശതമാനം, 1% കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുന്നത്. അപ്പോഴും ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുള്ള ആ ഒരു ബലാബലം അന്ന് വി എസ് അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിയിരുന്നെങ്കിലും പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ആകുമ്പോൾ എന്നുള്ളൊരു തോന്നൽ കേരളത്തിലുണ്ടായിരുന്നു. അവിടെ ചെറിയ ശതമാനമാണ്. പക്ഷേ 2021 വന്നപ്പോൾ വളരെ ബഹുദൂരം മുന്നിലായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ. പക്ഷേ ഇന്ന് ആ ഒരു ബഹുദൂരം മുന്നിലായിരുന്നത് 0.2% മാത്രമാണ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അത് വളരെ നാരോ ഡൗൺ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ഓപ്പോസിഷൻ വളരെ ശക്തമായി തിരിച്ചു വന്നിരിക്കുന്ന ഒരു സൂചനയും തരുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വടക്കു തൊട്ട് തെക്ക് വരെ പിണറായി വിജയനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള LDFന്റെ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നത് അവരുടെയും ഏറ്റവും വലിയ പ്രതീക്ഷ പിണറായി വിജയൻ എന്നുള്ളൊരു രാഷ്ട്രീയ നേതൃത്വത്തിലാണെന്ന് എനിക്ക്. പക്ഷേ അതേസമയം UDF അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം, പിണറായി വിജയന് സംഭവിക്കുന്ന തോൽവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ആ ഒരു ലീഡർഷിപ്പിനുള്ള ആളുകൾക്കുള്ള ഒരു സപ്പോർട്ട്സ് കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ച് വളരെയധികം കാരണം ഒരാളെ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു അപകടം കൂടി ഈ സർവേ കാണിക്കുന്നുണ്ട്. ശരിയാണ്. അതാണ് മറ്റേ UDFന്റെ ഏതെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്ന 45%. ഇവിടെ ഒരാളെ മാത്രം LDF ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു കുഴപ്പം കൂടിയാണ് 6% ഡിഫറൻസ്. ഈ ജേക്കബ് ജോർജ്, ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തവർ പോലും പിണറായി വിജയനെ ഞങ്ങളുടെ രക്ഷകൻ അല്ലെങ്കിൽ നേതാവായി വില കണ്ടിരുന്നു എന്നതാണ് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു അനുഭവം. അപ്പോൾ അവരും പിണറായി വിജയനെ കൈവിട്ടു എന്നതാണോ ഈ ഒരു സൂചന? അല്ല, കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 2021 2021 തെരഞ്ഞെടുപ്പിൽ മധ്യ തിരുവിതാംകൂർ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളുടെ കുറേ ഭാഗങ്ങൾ വരെ അവിടെ വ്യക്തമായിട്ടൊരു ക്രിസ്ത്യൻ ഷിഫ്റ്റ് ഇൻ ഫേവർ ഓഫ് ലെഫ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് 99 സീറ്റ് എങ്ങനെ കിട്ടും, അല്ലാതെ ഇവിടുന്ന് കിട്ടും. പത്തനംതിട്ടയിലെ ആകെ ക്രിസ്ത്യൻ ഹാർഡ് കോർ സ്ഥലമാണ്. പത്തനംതിട്ടയിലെ 5 സീറ്റും ലെഫ്റ്റിനാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും. അത് ഓർക്കണം, അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ പക്ഷേ അത് വലുതായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വലിയ പ്രധാനപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് വലിയ പരീക്ഷണമാണ്. ഒറ്റ കാര്യം കൂടെ പറയാം. കത്തോലിക്കരും കാത്തോലിക്ക സമുദായവും മുസ്ലിം സമുദായവും തമ്മിൽ കുറച്ചു കാലമായിട്ട് നല്ല അകൽച്ചയുണ്ട്. അത് പക്ഷേ ഈ UDFന്റെ ഭാഗമാണ് മുസ്ലിം ലീഗ്. UDFലെ രണ്ടാമത്തെ കക്ഷിയാണ്. അത് കാത്തോലിക്കർക്ക് അറിയുകയും ചെയ്യാം. കത്തോലിക്ക സമുദായം ഒരു മെയിൻ സ്റ്റേ ആണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ. പക്ഷേ എന്തായിരിക്കും ചെയ്യുക? അതിനുവേണ്ടി വലിയ വിശദമായിട്ട് പരിഹാരമൊന്നും കണ്ടിട്ടില്ല. അതേപോലെ ഒരു വിരോധം മധ്യ തിരുവിതാംകൂറിലെ പ്രൊട്ടസ്റ്റൻ്റ് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾക്കില്ല, ഓർത്തഡോക്സ് യാക്കോബായ മർത്തോമ വിഭാഗങ്ങൾക്കില്ല എന്നും കൂടി ഓർക്കണം. അവർക്ക് മുസ്ലിങ്ങളോട് വലിയ കുഴപ്പം പരസ്യമായിട്ടില്ല താനും. ശരി, നമ്മളിവിടെ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നത് എന്ന് കാണാം. പിണറായി വിജയനേക്കാൾ വി.ഡി. സതീശനാണ് പിന്തുണ കൂടുതലായിട്ട് വരുന്നത്. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു UDF നേതാവ് മുഖ്യമന്ത്രിയായി കാണാനാണ് കേരളത്തിലെ ജനങ്ങൾ കൂടുതലും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഈ സർവേ ഫലം വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.